ഓണമാസമാണ്. അപ്പൊ മലയാളി മങ്കമാരൊക്കെ അണിഞ്ഞൊരുങ്ങുന്ന ഒരു മാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഞാനും സെറ്റും മുണ്ടൊക്കെ ഉടുത്തൊന്ന് അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ സെറ്റും മുണ്ട് എങ്ങനെ ഉടുക്കുക എന്നുള്ളതാണ്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ സെറ്റും മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എന്റെ സെറ്റും മുണ്ടും എന്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് സെറ്റ് ഏതാണ് മുണ്ട് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ ഒരു വിഡ്ത്താണ് നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ഡിഫറൻസ് കണ്ടോ. അപ്പൊ വിഡ്ത്ത് കൂടുതൽ ഏതാണോ അതാണ് മുണ്ട്, വിഡ്ത്ത് കുറഞ്ഞതാണ് സെറ്റ്. അപ്പൊ ഞാൻ ഇവിടെ മുണ്ടാണ് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഒബ്വിയസ്ലി മുണ്ടാണ് ഫസ്റ്റ് എടുക്കുക, അതിന് ശേഷമാണ് സെറ്റ് ഇടുന്നത്. അപ്പൊ മുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്, സെറ്റ് മാറ്റി വെക്കാണ്. അപ്പൊ മുണ്ട് എന്റെ കയ്യിലിപ്പോ ഡബിൾ മുണ്ടാണ് ഉള്ളത്. അപ്പൊ ഡബിൾ മുണ്ട് പറയുമ്പം അറിയാത്തവർക്കായിട്ട് പറയാണ്, ഇങ്ങനെ 2 ലെയർ ആയിട്ടാണ് ഉണ്ടാവുക. സിംഗിൾ മുണ്ടാവുമ്പോ നമ്മൾ ഉള്ളിലേക്കുള്ള ഇതൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഡബിൾ മുണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുന്നു, എന്നാലും കുറച്ച് ഒതുക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഡബിൾ മുണ്ട് എടുക്കുമ്പോ എന്താന്ന് നോക്കേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ 2 എൻഡ്സ് ഒരുപോലെ പിടിച്ചിട്ടുണ്ടാവണം. ഒരുപോലെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ കുറച്ച് ബാക്കിലോട്ട് പോയാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പിടിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, കണ്ടോ. എന്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ ഉള്ളിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു എൻഡ്, ആ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തിലുള്ള എൻഡ് പറയുന്നത് ഞാൻ കുറച്ച് ഉള്ളിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ ആ ബാക്ക് എന്നുള്ളത് ഫ്രണ്ടിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറച്ചൊരു വൃത്തികേടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. പിടിച്ചിട്ട് ഇത് ഞാൻ ഇനി ഉടുക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മുണ്ട് ഉടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അണ്ടർസ്കേർട്ട് ഇട്ടിട്ടുണ്ട്. അണ്ടർസ്കേർട്ടിന്റെ നാട് ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പോകുമ്പോൾ ഏതാണ് ചപ്പൽ ഇടുന്നത്, ഹീലിന്റെ ചെരുപ്പാണെങ്കിൽ ഇതാ ഞാനിപ്പോ കുറച്ച് ഹീലിന്റെ ചെരുപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ മുണ്ടെടുക്കാൻ വേണ്ടി തുടങ്ങാൻ. അപ്പൊ മുണ്ടെടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാല് നമ്മുടെ ഫ്രണ്ടിൽ കിട്ടേണ്ട ആ ഒരു നടുഭാഗത്തല്ലേ നമ്മുടെ കസവ് വരുന്നത്. അപ്പൊ ആ കസവ് ഏത് ഭാഗത്താണോ, മീൻസ് നിങ്ങളുടെ ഈ ഒരു നടുഭാഗത്തായിട്ട് വെച്ചിട്ട്, നടുഭാഗത്തായിട്ട് വെക്കരുത്, കുറച്ചൊരു ബെല്ലി ബട്ടണിൽ നിന്ന് കുറച്ചൊരു ലെഫ്റ്റിലായിട്ട് വെക്കുക. എന്തുകൊണ്ടാ വെച്ചാൽ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇത് ഈ ഒരു സൈഡിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഇത് ഞാൻ മുണ്ട് എടുക്കാൻ പോവല്ല കേട്ടോ, അതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുവാണ്. അപ്പോ ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ എത്ര പോർഷനാണ് ബാക്കിയുള്ളത് എന്നുള്ളത് ഒന്ന് നോക്കുക. അതിനുശേഷം ആ ബാക്കിയുള്ള പോർഷൻ നമ്മൾ ജസ്റ്റ് ഈ ലെഫ്റ്റ് നിന്നാണ് മുണ്ട് ഇങ്ങോട്ടേക്കാണ്, നേരെ സാരി എങ്ങനെയാണ് ഉടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളെപ്പോഴും മുണ്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇവിടെ മടക്കുക. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ മടക്കാം, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ സാരിക്ക് ഞൊറിവെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും മടക്കാം, ഏത് രീതിയിലും മടക്കാം. അപ്പൊ അങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബാക്കി വരുന്ന ആ ഒരു പോർഷൻ. അപ്പൊ ഈ ബാക്കി വരുന്ന പോർഷൻ ഇങ്ങനെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ മുണ്ടെടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെ എടുക്കുന്ന വെച്ചാല് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഉള്ളിലേക്ക് കൊടുക്കാം. ഇത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലെങ്ത് ഒക്കെ കറക്റ്റ് നമുക്ക് താഴെ കുറച്ച് മുട്ടുന്ന രീതിയിൽ തന്നെ മുണ്ടെടുക്കാൻ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഹീലിലെ ചപ്പൽ ഇട്ടിട്ടും എനിക്ക് കുറച്ച് താഴെ മുട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്യാം. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിവിടെ നന്നായിട്ടൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മുണ്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പൊ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ കുറച്ച് ലൂസായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ടൈറ്റ് ആയിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുണ്ടിങ്ങോട്ടേക്ക് കൊണ്ടുവരും. അപ്പൊ ഇത് ഉടുക്കുന്ന സമയത്ത് ഒന്ന് കാലൊന്ന് വിടർത്തിയിട്ട് നോക്കുക, കാല് നടക്കാൻ പറ്റുന്നില്ലേ ഒന്ന് നോക്കുക. അതിനുശേഷം ഇത് ഇവിടെ കൊണ്ടുവന്ന് ടക്കിങ് ചെയ്യുക. ഫ്രണ്ടിൽ നീറ്റായി ഉടുത്തതിന് ശേഷം ബാക്കിലൊക്കെ കറക്റ്റ് ഒന്ന് ഉള്ളിലേക്ക്
കൊടുക്കാം. ഇത്രയാവുമ്പോ നമ്മുടെ മുണ്ടുടുക്കൽ ഇവിടെ നീറ്റായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ടക്കിങ് ചെയ്യുന്നത് ശരിക്കും ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുണ്ട് നമ്മൾ എവിടെയെങ്കിലും ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ ഊരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി മുണ്ട് ഊരിപ്പോകുന്ന പേടിയുള്ളവരാണെങ്കിൽ ഇവിടെ ഒരു സേഫ്റ്റി പിന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിൽ ഞാൻ കുത്തി കൊടുക്കുന്നത്. പുറത്ത് സേഫ്റ്റി പിന്ന് കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെ ഉള്ളിലേക്ക് കൂടി എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിവിടെ സേഫ് ആയിട്ട് നിന്നോടെ. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ഫ്രണ്ടിൽ കൊടുക്കുന്നതിനൊപ്പം തന്നെ ബാക്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. എങ്ങനെയും ചവിട്ടിപ്പോയാലൊന്നും അളകാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പൊ നമ്മുടെ മുണ്ട് ഇവിടെ നീറ്റായിട്ട് ഉടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 5 മിനിറ്റ് പോലും എടുത്തില്ല ഞാൻ മുണ്ടെടുത്ത് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ മുണ്ടിന് ശേഷം ഞാനിവിടെ സെറ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബോർഡറോ അല്ലെങ്കിൽ ഡിസൈനോ ഒക്കെ ഉള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുന്താണി ബാക്കിലോട്ടേക്ക് പോകുന്ന പോർഷൻ പിടിക്കുക. അപ്പൊ ഞാനിവിടെ പ്ലീറ്റ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഈ ബോർഡറിന്റെ വീതി പോരാ, കുറച്ചൊരു വീതിയിൽ തന്നെയാണ് എടുക്കാറ്, ഒരുപാടല്ല, എന്നാലും ആ ഒരു ചെറിയൊരു വീതി, ഈ ഒരു വീതിയിലാണ് ഞാൻ എടുക്കാറ് പൊതുവെ. അപ്പൊ അങ്ങനെ എടുത്തിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് ഇടാൻ പോകുന്നത്. അപ്പൊ പ്ലീറ്റ്സ് എങ്ങനെ എടുക്കുന്നത് വെച്ചാല് ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്യുക, ഒരു 3 വിരൽ യൂസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ഒരു നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഇത് എന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നമ്മുടെ തമ്പിന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാലുള്ളത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഫസ്റ്റത്തെ നമ്മുടെ ആ ഒരു വിഡ്ത്തിന് കുറച്ച് കുറഞ്ഞിട്ട് വേണം പിന്നെ ഉള്ളിലുള്ള പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നിട്ട് അതേ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോ എന്താ സംഭവിച്ചു വെച്ചാല് ഈ ഒരു പോർഷനിലേക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് ഇത് മടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് സാരി ഉടുക്കുമ്പോൾ പ്ലീറ്റ്സ് എപ്പോഴും ലാസ്റ്റത്തെ ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് പുറത്തേക്കാണ് വേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇതിവിടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം. ഇത് എടുക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് അത് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു പിന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഈ എൻഡ് കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു പിന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ പിന്ന് കുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വിടാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചൊരു ഡിസ്റ്റൻസിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആ കറക്റ്റ് വിഡ്ത്തിൽ പിടിച്ചതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓരോ പ്ലീറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇപ്പൊ ഇത് നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇപ്പൊ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ജസ്റ്റ് നമ്മൾ പ്ലീറ്റ്സ് പിടിച്ച് പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് ജസ്റ്റ് ഇനി നമ്മുടെ ഷോൾഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ പ്ലീറ്റ്സിന് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് ഇവിടെ വിഡ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് വിഡ്ത്തിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ പ്ലീറ്റ്സ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുറത്ത് ഈ ഒരു സൈഡിലേക്ക് വീതിയിൽ വരാത്ത രീതിയിൽ നമ്മൾ പ്ലീറ്റ്സിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചു കൊടുക്കാം. ലാസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെ പുറത്തേക്കായിട്ട് കിട്ടുന്ന രീതിയിൽ ഞാൻ ഇതെവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ നോക്കിയാൽ കാണും ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് മാത്രമേ മുകളിലായിട്ട് നിൽക്കുന്നുള്ളൂ, ഉള്ളിലത്തൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളിനി ഹൈറ്റിനനുസരിച്ചിട്ട് പിടിച്ച് പോകേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പൊ ബോറായിട്ട് തോന്നും, അത് പക്ഷേ ലാസ്റ്റ് നമ്മൾ പിന്നെ ഇളക്കുമ്പോൾ ഓക്കെ ആവും. അതിനനുസരിച്ചിട്ട് പിടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ഇതിനനുസരിച്ചിട്ട് തന്നെ എടുത്തെടുത്ത് താഴേക്ക് പോവുക. നമുക്ക് എത്രയാണോ ബാക്കിൽ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് പിടിച്ചിട്ട് പോവുക. അപ്പൊ ഇതാ ഞാൻ ഇത് എടുത്തെടുത്ത് ലെങ്ത് ബാക്കിൽ കിട്ടുന്ന രീതിയിൽ എടുത്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷം നമ്മളിവിടെ ഒരു സേഫ്റ്റി പിന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പിൻ ചെയ്തതിന് ശേഷം ചെയ്യുന്നത് ഈ അടിയിലത്തെ ഈ ഒരു ലെയർ എടുത്തിട്ട് കറക്റ്റ് ഇങ്ങനെ പിടിച്ച്
ബാക്കിലൂടെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇതിന്റെ ഈ ബാക്ക് പോർഷനിൽ ഈ ഒരു കോർണർ കാണുന്നുണ്ടല്ലോ, ഈ സെറ്റിന്റെ കോർണർ കുറച്ചൊരു നടുഭാഗത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് സൈഡിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കോ ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ മുണ്ട് കുത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ എനിക്കിപ്പം കറക്റ്റ് സെൻട്രലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സെൻട്രൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ മുണ്ട് ഇവിടെ നമ്മൾ പിൻ ചെയ്യാൻ പോകുന്നത്. ഇതിവിടെ സേഫ്റ്റി പിന്നിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വയറൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ കുറച്ച് ലൂസായിട്ടുള്ള പോർഷൻ നമുക്ക് കിട്ടും. അതിന് എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാല്, നമുക്ക് ഇവിടെ സാരിയൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ സ്ക്വയറിൽ വേണമെങ്കിൽ സ്ക്വയർ കട്ടിലായിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ അല്ലാന്നാണെങ്കിൽ കുറച്ചൊരു സ്ലോപ്പിൽ, ഞാൻ എപ്പോഴും സ്ലോപ്പിലാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു സ്ലോപ്പിൽ നമുക്കിവിടെ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അത് പിൻ ചെയ്തതിന് ശേഷം ചെയ്യുന്നത്, നമ്മൾ ഇവിടുന്ന് ഓരോ പ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെയൊക്കെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിൽ നിന്ന് എത്ര പ്ലീറ്റ്സ് ആണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത്രയും പ്ലീറ്റ്സ് എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. എപ്പോഴും ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ സെക്കൻഡ് പ്ലീറ്റ് എപ്പോഴും കുറച്ചൊന്ന് ഇതിന്റെ കവർ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ബോറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഈ ഒരു നമ്മുടെ ചെസ്റ്റ് ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ലൈൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് അതുപോലെ തന്നെ നിൽക്കും. ഈ സെറ്റ് മുണ്ടിന്റെ ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ എവിടെയാണോ ലൈൻ ഇട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അത് നിൽക്കും, നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും ഇത്. അപ്പൊ ഇങ്ങനെ കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ഓരോ പ്ലീറ്റ്സും നമ്മൾ ഈ ഒരു ബാക്കിലേക്കും ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ കറക്റ്റ് പിടിച്ചതിന് ശേഷം ഈ ഒരു സൈഡിലേക്ക് കുറച്ച് ലൂസായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും അഴിച്ചിട്ട് കുത്താൻ പറ്റും. എന്റേത് ഇപ്പം കറക്റ്റ് ആണ് വരുന്നത്, വലിയൊരു ലൂസായിട്ടൊന്നും ഇല്ല. അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ചിലർക്കുള്ളൊരു പ്രോബ്ലം ആണ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറി മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ലെയർ അത് നമുക്കിവിടെ ബ്ലൗസുമായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, കാണിച്ചു തരാം. പിൻ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വലിക്കുകയാണെങ്കിൽ നമുക്ക് വരില്ല. അപ്പൊ അതവിടെ നല്ല സേഫ് ആയിട്ട് നിന്നോളും, ഉള്ളിൽ കാണുകയും ചെയ്യില്ല. അതിങ്ങനെ ഈ ഒരു രീതിയിലാണ് പോവുക. അപ്പൊ അതിവിടെ സേഫ് ആയിട്ട് നിൽക്കും. എനിക്കങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല, ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമ്മളെ സെറ്റ് മുണ്ട് ഉടുക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സെറ്റ് മുണ്ടപ്പുറം ടെമ്പിൾ വർക്കിലുള്ള നെക്ലേസും അതിന്റെ തന്നെ ഒരു ജിമിക്കി ടൈപ്പിലുള്ള ഒരു ഇയറിംഗും ആണ്. അതുപോലെ ഞാൻ മുടി കെട്ടിയിട്ടുള്ളത് ബാക്കിൽ കൊണ്ടയാണ് കെട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിന് റൗണ്ട് ആയിട്ട് മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണക്കല്ലേ വരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല കേരള മംഗന്മാരായിട്ട് അണിഞ്ഞൊരുങ്ങുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.